2019 ഗെയിം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ ഗെയിം ഈ 2025 വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലക്സ് കോമ്പാറ്റുള്ള ഒരു ഗെയിം. കുറേ കാലമായിട്ട് എനിക്ക് കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ്. പക്ഷെ ഇപ്പോഴാണ് ആ ഒരു ഗെയിം എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഗെയിം റാപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സെക്കിറോ ഷാഡോസ് ഡൈ ട്വൈസ് എന്ന് പറഞ്ഞ ഒരു ഗെയിമിനെ കുറിച്ചാണ്. ഈ ഒരു ഗെയിം വരുന്നത് സോൾസ് ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഗെയിം കാറ്റഗറിയിലാണ്. അതായത് ഇതിൽ വരുന്ന ഗെയിംസിൽ നമുക്ക് ഡിഫിക്കൽട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള കോമ്പാറ്റ് സിസ്റ്റം ആയിരിക്കും. ചെക്ക് പോയിന്റ്സ് എല്ലാം വളരെ കുറവാണ്. അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കറൻസീസ് അല്ലെങ്കിൽ ടോക്കൺസ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം ഡിഫിക്കൽട്ടി ഉള്ള ഒരു ഗെയിമിന് പറഞ്ഞ പേരാണ് സോൾസ് ലൈക്ക് ഗെയിം. ഈ ഒരു കാറ്റഗറിയിലെ തന്നെ ലെജൻഡറി ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രം സോഫ്റ്റ്വെയർസിൽ നിന്നൊരു ഗെയിമാണ് സെക്കിറോ. ഇവരുടെ മറ്റു ചില ഫേമസ് ഗെയിമുകളാണ് ഡാർക്ക് സോള്, ഡിമൻ സോള്, ബ്ലഡ് ബോൺ, എൽഡർ റിംഗ്. സോ ഈ ഒരു ഗെയിംസ് എല്ലാം അത്യാവശ്യം ഗെയിമിംഗ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് പരിചയമുള്ള ഗെയിം ആയിരിക്കും. എന്തായാലും സെക്കിറോ ഞാൻ കളിച്ചു. അതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ കളിച്ച ഗെയിം ബ്ലാക്ക് മിത്ത് വൂക്കോങ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് ഞാൻ കളിച്ചത് ലാപ്ടോപ്പിലാണ്. സോ ഒബ്വിയസ്ലി ഞാൻ പർച്ചേസ് ചെയ്തിട്ടല്ല കളിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ നിന്നാണ് അത് ഡൗൺലോഡ് ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല ബഗ്സും അതുപോലെ കൺട്രോളർ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള പല ഇഷ്യൂസും ഉണ്ടായിരുന്നു ആ ഒരു ഗെയിമിൽ. ലാപ്ടോപ്പിൽ ഗ്രാഫിക്സിനും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഒരു ഗെയിമിൻ്റെ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. എനിവേ പല ആൾക്കാരും ബ്ലാക്ക് മിത്ത് സോൾസ് ലൈക്ക് ഗെയിം ആണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പല ആൾക്കാരും അത് അല്ല എന്ന് പറയുന്നവരുണ്ട്. ഫോർ മീ പേഴ്സണലി ബ്ലാക്ക് മിത്ത് എനിക്കൊരു സോൾസ് ലൈക്ക് ഗെയിം പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഞാൻ എല്ലാ സോൾസ് ലൈക്ക് ഗെയിമും ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല. വളരെ കുറച്ച് കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു എക്സാക്റ്റ് ആയിട്ടൊരു കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും സോൾസിലേക്കെല്ലാം കുറേ കളിച്ചവരുണ്ട്, അതുപോലെ ബ്ലാക്ക് മിത്തൊക്കെ കളിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കാഷ്വൽ ഗെയിമേഴ്സാണ്. അതല്ല നിങ്ങൾക്കൊരു സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഗെയിമിംഗ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും സോൾസ് ലൈക്ക് ഗെയിം ട്രൈ ചെയ്യരുത്. എസ്പെഷ്യലി ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല. അതല്ല നിങ്ങളിപ്പോൾ ഒരു പ്രോ ഗെയിമേഴ്സാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റിഫ്ലക്സ് ഉണ്ട്, പേര് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കൊരു പ്രശ്നമില്ല. സിമ്പിളായിട്ട് സോൾസ് ലൈക്ക് ഗെയിം എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ പല ഗെയിമേഴ്സും ഇതുപോലത്തെ എല്ലാ ഗെയിംസും ട്രൈ ചെയ്യണം എന്നുള്ളവരുണ്ട്. അവരെന്തായാലും ഇതൊന്ന് കളിച്ചു നോക്കാം. നിങ്ങൾക്ക് പറ്റിയൊരു ഗെയിമാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്തൊരു ഗെയിമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുക. ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കും കൂടി ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് സെക്യൂറിലോട്ട് വരാം. ആദ്യം തന്നെ ഈ ഒരു ഗെയിം കളിക്കുന്നവരോട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കളിക്കാൻ പ്ലാൻ ചെയ്യുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഗെയിമിൽ രണ്ട് മേജർ എൻഡിങ്സ് ആണുള്ളത്. ഒരു ഗുഡ് എൻഡിങ്ങും ഒരു ബാഡ് എൻഡിങ്ങും. ഈ ഒരു ഗുഡ് എൻഡിങ്ങിൽ തന്നെ 3 ഡിഫറെൻറ്റ് എൻഡിങ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അയൺ കോഡ് എൻഡിങ് ചൂസ് ചെയ്യരുത്. ഈ അയൺ കോഡ് എൻഡിങ് തന്നെയാണ് ഷുറ എൻഡിങ്ങും ബാഡ് എൻഡിങ്ങും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മിഷനോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഗെയിം അവിടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ പല മേജർ ബോസ് ഫൈറ്റും നിങ്ങൾക്ക് മിസ് ചെയ്യും. സോ ഫസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷനിൽ അല്ലെങ്കിൽ ഗുഡ് എൻഡിങ് ചൂസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇതിൻ്റെ പിന്നിലെ സ്റ്റോറി എന്താ എന്നുള്ളതൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആരൊക്കെയിലേക്ക് ഒരു സ്റ്റോറി എക്സ്പ്ലനേഷൻ വീഡിയോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അൺഫോർച്ചുനേറ്റ്ലി ഞാനും അയൺ കോഡ് എൻഡിങ് ആണ് ചൂസ് ചെയ്തത്. അതെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതോടുകൂടി ഗെയിം അവസാനിച്ചെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല മേജർ എനിമീസിനെയും ഫൈറ്റ് ചെയ്യാനുള്ള ചാൻസും എനിക്ക് കിട്ടിയില്ല അവിടെ ഗെയിം അവസാനിച്ചുകൊണ്ട്. ഇനി വീണ്ടും സ്റ്റാർട്ടിങ് മുതൽ ഞാൻ കളിച്ചു തുടങ്ങണം. എന്നാലാണ് എനിക്ക് ബാക്കി എൻഡിങ്സ് എല്ലാം എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പം അത് ഞാൻ പ്ലാൻ ചെയ്തില്ല. കാരണം ഓൾറെഡി വേറെ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഒന്ന് സിഫു കളിക്കുന്നുണ്ട്, അത് കൂടാണ്ട് ലേസ് ഓഫ് പൈ കളിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഈ വർഷത്തെ മികച്ച ഗെയിമായിട്ടുള്ള എക്സ്പെഡിഷൻ 33 കളിച്ച് നോക്കണം. സോ കറന്റ് സെക്യൂറോ ഫുള്ളായിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. സെക്യൂറോ 2019 ഇറങ്ങിയ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സും വിഷ്വൽസും ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്കറിയാം കുറച്ച് പഴയ ഗെയിമാണ്. സോ അതിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ പോലും ഒരു ബോറടി ഇല്ലാണ്ട് അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഗ്രാഫിക്സ് തന്നെയാണ് അതിലുള്ളത്. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്പോയിലർ ആയിരിക്കും. സോ നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്യാം. എനിക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ, എസ്പെഷ്യലി ഇതിൻ്റെ കോമ്പാറ്റ് മെക്കാനിസം. അത്ര വലിയ ടൂൾസോ അല്ലെങ്കിൽ പവർ അപ്സും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് ജസ്റ്റ് പാരി ആൻഡ് അറ്റാക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു കോർ കോമ്പാറ്റ് സിസ്റ്റം. നിങ്ങളൊരു പാരിങ് ടൈം കറക്റ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തു. എന്ത് രസമെന്ന് പറയാം ആ ഒരു ഫൈറ്റിങ്. നമ്മൾ അങ്ങോട്ട് പാരി ചെയ്യുന്നതും ഇങ്ങോട്ട് പാരി ചെയ്യുന്നതും ആ ഒരു സൗണ്ടും ആ ഒരു ലൈറ്റും ആ ഒരു ഡിഫ്ലക്ഷനും പക്ക ഒരു സോഡ് ഫൈറ്റ് ഈ ഒരു ഗെയിം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എനിമീസിലോട്ട് വരുമ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനിമീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്രയ്ക്ക് എനിമീസിനെ കൗണ്ടർ ചെയ്തിട്ടില്ല. എങ്കിലും അത്യാവശ്യം വെറൈറ്റീസിനെ ഞാൻ ഇതുവരെ കളിച്ചാൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് ബോസ് ഫൈറ്റുകളുണ്ട്. ആ ബോസ് ഫൈറ്റിനെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പാരി ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, പാരി ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, നമ്മളെ പാരി ചെയ്യുക, അതിനെ കാണാൻ കേൾക്കാൻ അത് എന്ത് രസമെന്നറിയോ. നമുക്കിങ്ങനെ മടുക്കില്ല, നമുക്കിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഈവൻ തോ നല്ല ഡിഫിക്കൽട്ടാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ടൈമിംഗ് തെറ്റിയാൽ അപ്പം നമ്മൾ മരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതുവരെ കളക്ട് ചെയ്തിട്ടുള്ള കോയിൻസ് അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് പോയിന്റ് ഇതെല്ലാം കുറയും ചെയ്യും. എന്നും വെച്ച് ഇതൊരു ബോറടിക്കുന്ന ഗെയിം ഒന്നുമല്ല.
ഇതിൻ്റെ ഫൈറ്റ്, ഇതിനൊരു കോമ്പാറ്റ്, ഇതിനു വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു ഗെയിം ട്രൈ ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ സ്റ്റോറി ഒഴിവാക്കിക്കോ, ഗ്രാഫിക്സ്, വിഷ്വൽസ് എല്ലാം ഒഴിവാക്കിക്കോ, ജസ്റ്റ് ഫോർ ദ ഫൈറ്റ്. പക്ഷേ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഫൈറ്റ് സിമ്പിളാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും ഇതിൻ്റെ ഫൈറ്റ് സിമ്പിളാണ്. നിങ്ങളൊരു പേര് ടൈമിങ് കറക്റ്റാക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ പടാവും. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ബ്യൂട്ടി. ഇത് എൻ്റെ ബേസ്ഡ് ഓൺ സ്കില്ലാണ്. ഞാൻ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ കളിച്ചത്. ഞാൻ പല സ്ഥലത്തും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് എരുമിനെ കൊല്ലുക, എന്താണ് ട്രിക്ക് എന്നെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത് കളിച്ചത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അത് ഓരോ പ്ലേയേഴ്സ് അനുസരിച്ചിട്ടാണ്. ചിലർക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റും, ചിലർക്ക് ഈസി ആയിരിക്കും, ചിലർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ അതെല്ലാം നമ്മൾ കളിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ഇത്രയുമാണ് എനിക്കൊരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസിലോട്ടൊന്നും വരുന്നു. ഞാൻ പറഞ്ഞ പോലെ 2019 ഇറങ്ങിയ ഒരു ഗെയിമാണ്. എനിക്കിതിൻ്റെ കോമ്പാറ്റ് സിസ്റ്റം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇതുപോലത്തെ ഒരു കോമ്പാറ്റ്, അതായത് സോഡ് ടു സോഡ് അല്ലെങ്കിൽ സോഡ് കോമ്പാറ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. കാരണം ഇതിനെ വെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഗെയിം ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും കിഡിലനായിട്ടുള്ളൊരു സോഡ് ഫൈറ്റ്, അതായത് അത്ര പെർഫെക്റ്റാണ്. നമ്മൾ ഓരോ ഡിഫ്ലക്ഷനും ഓരോ ടൈമിങ്ങും ഓരോ പോസ്റ്ററും ഇനി ഇതിൽ പവർ അപ്സ് എല്ലാം ഉണ്ട്, എന്നാൽ പോലും മറ്റു ഗെയിംസിനെല്ലാം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. ചില എനിമീസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉപകാരപ്പെടുന്ന 2-3 ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു ഡിവൈൻ കോൺഫിറ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്നാൽ പോലും നിങ്ങൾ കറക്റ്റായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്വാഡ് മാത്രം മതി ഈ കളി ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് ഒരു ഗെയിമിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 2019 ഇറങ്ങിയ ഒരു ഗെയിം ആയതുകൊണ്ടാണ് ഞാനൊരു ഇൻഡെപ്ത് ആയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഒന്നും പറയാത്തത്. കാരണം അതിനൊരു ആവശ്യമില്ല. 2019 ഗെയിമിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒന്നും ഇപ്പോൾ പറയുന്നതിൽ വലിയ കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കോമ്പാറ്റ് സിസ്റ്റം അത് പറയാണ്ടിരിക്കാൻ വയ്യ. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തത്. ഞാൻ ആദ്യം ഇതിൻ്റെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. പക്ഷെ അത് കളിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, എനിക്ക് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഒരു കോമ്പാറ്റ് സിസ്റ്റം, ഇതുപോലത്തെ ഒരു ഫൈറ്റിങ്ങും. അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ എനിക്ക് പല മേജർ എനിമീസും മിസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കളിക്കണം എന്നുണ്ട്. നോക്കാം, എന്തായാലും എല്ലാം കൂടിയിട്ട് നടക്കണില്ല. ആ ഒരു ബുദ്ധിമുട്ടിലാണ്. ഇപ്പം എന്തായാലും ഈ 2 ഗെയിം കളിച്ച് തീർക്കണം. അത് കുറച്ച് തുടങ്ങി വെച്ചതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാണ്ട് ഇനി ഇത് കളിക്കാനും പറ്റില്ല. എന്തായാലും സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാൻ കളിക്കും. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഗെയിം കളിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.